മധ്യ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന കോക്കസ് ദ്വീപിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഇത് കഥയല്ല. ഈ ദ്വീപ് മുഴുവൻ കൊടും വനമാണ്. വിനോദസഞ്ചാരികളില്ലാതെ ഇവിടെ സ്ഥിരമായി താമസക്കാരില്ല. ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങൾക്കിടയിൽ എവിടെയോ $100 കോടി വിലമതിക്കുന്ന ഒരു നിധി ഒളിപ്പിച്ചിരിക്കുന്നുണ്ടെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. ആ നിധിക്കൊരു കഥയുമുണ്ട്. 1820 പെറുവിലെ ലിമ നഗരത്തിൽ നിന്ന് അപൂർവമായ രത്നങ്ങളും സ്വർണ്ണ പ്രതിമകളുമൊക്കെ അടങ്ങിയ സമ്പത്ത് മെക്സിക്കോയിലേക്ക് കപ്പൽ വഴി കൊണ്ടുപോയി. 11 കപ്പലുകൾ വേണ്ടിവന്നു ഈ വമ്പൻ നിധിശേഖരം വഹിക്കാൻ. മേരി ഡിയർ എന്ന കപ്പലിന്റെ ക്യാപ്റ്റനായ വില്യം തോംസനായിരുന്നു നിധി മെക്സിക്കോയിൽ എത്തിക്കാനുള്ള ചുമതല നൽകിയത്. പഴയ പ്രമുഖനായ ഒരു കടൽ കൊള്ളക്കാരനാണ് ഈ തോമസൻ. പെറുവിൽ നിന്നും നിധിയോടൊപ്പം വന്ന ഉദ്യോഗസ്ഥരെയെല്ലാം തോമസൻ കൊന്നു. തുടർന്ന് ശാന്തസമുദ്രത്തിലെ കോക്കസ് ദ്വീപുകളിലേക്ക് തോമസനും സംഘവും നിധി കടത്തി ഒളിപ്പിച്ചു. എന്നാൽ കുറച്ചുനാൾ ഒളിവിൽ കഴിഞ്ഞ ശേഷം രംഗത്തിറങ്ങിയ തോമസനെയും സംഘത്തെയും സ്പാനിഷ് അധികൃതർ പിടികൂടുക തന്നെ ചെയ്തു. തോമസനും ഒരു കൂട്ടാളിയും ഒഴിച്ചുള്ള മറ്റ് സംഘങ്ങളെ തൂക്കിലേറ്റി. കോക്കസ് ദ്വീപുകളിൽ നിധി എവിടെയുണ്ടെന്ന വിവരം അറിയാമെന്നതായിരുന്നു തോമസിനെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കാനുള്ള പ്രധാന കാരണം. സ്പാനിഷ് അധികൃതരെയും കൂട്ടി കോക്കസ് ദ്വീപിലേക്ക് എത്തിയ തോമസനും കൂട്ടാളിയും പക്ഷേ അതിവിദഗ്ധമായി അവിടെ കാട്ടിനുള്ളിലേക്ക് കടന്നു കളഞ്ഞു. പിന്നീട് ഇവരെ പറ്റിയോ ആ നിധിയെപ്പറ്റിയോ ആർക്കും ഒരു വിവരവുമില്ല. 300-ലധികം പരിവേഷണങ്ങൾ പിന്നീട് കോക്കസ് ദ്വീപുകളിൽ നടത്തിയെങ്കിലും നിധി കണ്ടെത്താനായില്ല. ഇന്നും ആ നിധിക്കഥ കഥയായി മാറിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.